സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഫീസ് തരിക. അങ്ങനെയാണോ? ആ കറക്റ്റ്. ആ പോട്ടെ. ആ ഇനി ക്ലച്ച് ഓഫ് ചെയ്യൂ. ആ മതി. മുന്നോട്ട് നോക്കി ഓടിക്കൂ. എന്നെ നോക്കണ്ട, മുന്നോട്ട് നോക്കി ഓടിക്കൂ. അതാ ഇൻഷുറൻസ് ഇല്ലാത്ത കഴിവ് കുറുകെ കടന്നു. ബ്രേക്ക്. ഇനി റിവേഴ്സ് ഗിയർ ഇട്ട് വണ്ടി പുറമോട്ട് എടുക്കൂ. ക്ലച്ച് വിട്ടു. ആ മിസ്റ്റർ ഷൺമുഖം, എടാ ക്വാർട്ടറെ എന്താ സാറേ? ഇറങ്ങി ബാക്ക് നോക്കടാ. റെഡിയാ സാറേ. ആശാനെ ബാക്കല്ലേ നോക്കേണ്ടത്? അതേടാ. മിനി ക്ലച്ച് ഓഫ് ചെയ്ത് റിവേഴ്സ് ഗിയർ ഇടൂ. അടി നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചടുക്കും. ഇങ്ങനെയാണോ ഞാൻ റിവേഴ്സ് ഗിയർ ഇടാൻ പഠിപ്പിച്ചെന്ന്? ഇതാ നോക്കൂ. എടാ ബാക്ക് ഓക്കെ ആണോ? ബാക്ക് ഓക്കെ സാറേ. പോരട്ടെ. ബാക്ക് ഓക്കെ ഡബിൾ ഓക്കെ. പോരട്ടെ. മുട്ടി. അയ്യോ ബമ്പർ ഞാൻ നന്നായിട്ട് മുട്ടി നിൽക്കണ സാറേ. ഇനി 1 ഇഞ്ച് പോലും പിന്നോട്ട് വരില്ല. നിന്നോട് ബാക്ക് ഓക്കെ ആണല്ലേ പറഞ്ഞു? നീ എവിടെയാ നോക്കിയത്? ബാക്കിൽ തന്നെയാണ് നോക്കിയതാ സാറേ. ഓക്കെ ആയിരുന്നു. അയ്യോ അടിക്കരുത്. വണ്ടി നന്നാക്കിയതാടാ. പെണ്ണി ഈ ബൈക്ക് എന്താ? കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഉടനെ ഒരു മെക്കാനിക്കിനെ വിളിച്ചില്ലെങ്കിൽ കൊച്ചമ്മമാരെല്ലാം കൂടെ എന്നെ ബ്രേക്ക് ഡൗൺ ആക്കും. ഉണ്ണേട്ട എനിക്ക് ഓഫീസ് പോകണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. പെണ്ണി ഈ ബൈക്ക് എന്താ? എനിക്ക് ഓഫീസ് പോകണ്ടേ? എന്റെ ഓഫീസ് പൂട്ടും. പിന്നെ ഉണ്ണേട്ട പോ. എനിക്ക് വേണ്ടി കൊച്ചമാർക്ക് ഓഫീസിൽ പോകണം. കൊച്ചമാരുടെ പോകാൻ. കൊച്ചമാർ എങ്ങോട്ട് പോകും? പിന്നെ ഞാനും വീട്ടിൽ പോ. ആഹാ, ഷൺമുഖം കൈവച്ചപ്പോ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. അത് പിന്നെ ഉണ്ണിയാസാനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഞാനല്ലേ. ഒരു കണക്കിന് ഉണ്ണി എന്റെ ശിഷ്യനാ. ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കോ? ഓക്കേ. ഒന്ന് സഹായിക്കട്ടെ ഉണ്ണിയേട്ട. ഞാനിന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പോകുന്നു. ഇനി കുഴപ്പമില്ലല്ലോ. അയ്യോ ഇനിയാണ് കുഴപ്പം. ആ ഷൺമുഖ എൽബോർഡാണ്. പുറകെ വിട്ടില്ലെങ്കിൽ 3 കൊച്ചമ്മമാരുടെ ജീവന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. എന്റെ ഉണ്ണിയേട്ട എനിക്ക് ഓഫീസിൽ പോകണം. എനിക്ക് ഓഫീസിൽ പോകണ്ടേ? ഓഫീസിൽ പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പോകേണ്ടി വരത്തില്ല. ഒരിക്കലും പോകണം. ഉണ്ണിയേട്ട അവിടെ നിൽക്കാം. I didn't say major babes, Johnny. I said majorist babyum. വണ്ടിക്ക് 1500 രൂപയുടെ പണിയായി. നാളെ രാവിലെ 10 മണിക്ക് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാശ് എത്തിച്ചോളണം. എനിക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. ഞാൻ പറഞ്ഞ പോലെ കേട്ടോന്ന്. ജിനു ആ ടിവിയുടെ ഓളം കുറയ്ക്കേ. നാളെ രാവിലെ എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ വണ്ടി എന്റെ മൊത്തം പോയി കിടക്കുക. അതെ, വണ്ടി എടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. കണ്ട കൊച്ചമ്മമാരെ തൊട്ടുരുമി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ അല്ല. നീ എന്നെ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുത്. ഞാനൊരു ഡ്രൈവിംഗ് കോളേജിന്റെ ഓണറാണ്, അറിയോ? ടാറ്റയും ബിർളയും ഒന്നും അല്ലല്ലോ. താൻ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ തന്റെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും. പോ ഇവിടുന്ന് തമാശ പറയാതെ. അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ദൈവമേ. എടാ ബെന്നി, ഒന്നുമില്ലല്ലോ. ഞാനും നിന്റെ അളിയനും പെങ്ങളുമായിട്ട് എത്ര കാലം കഴിച്ചതാ. അതെന്താ കാലത്തിന് ഇത്ര നീട്ടം? അതെ, ഒരു കോട്ടുവാ ക്രോസ് ചെയ്താ. ഇങ്ങനെ നിന്നാ മതിയോ? കുഞ്ഞുങ്ങൾക്ക് വിശക്കത്തില്ലയോ? കൂടുതൽ സൂചിപ്പിക്കല്ലേ. ഒരു കാര്യം ചെയ്യും, ഈ ചപ്പാത്തിയും ഈ കറിയും വേഗം കൊണ്ട് ടേബിളിൽ വെച്ച് അതങ്ങ് പള്ളി. പെട്ടി വിഴുങ്ങു കുഞ്ഞുങ്ങളെ. അയ്യേ, ചപ്പാത്തിയോ? എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. 3 പേർക്കും വേണ്ടേ? വേണ്ട വേണ്ട. ചാച്ചാ ചാച്ചാ, ഞങ്ങൾക്ക് ഒന്നും തരാതെ ഉണ്ണിയങ്ങളെല്ലാം കഴിക്കാം. അത്രക്കായ വാ. തനിക്ക് വെട്ടിവെഴുകാനല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ഭക്ഷണമല്ലേ, വെറുതെ കളയണ്ടെന്ന് കരുതി. ആണോ? എണീക്കണോ? എണീക്കാൻ. ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാ. അയ്യോ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, പച്ചക്കള്ളം പറയാ. ഇത് വിളിച്ച കേട്ടോ? പോടാന്ന്. പോടോ. നാണമില്ലല്ലോടെ മൂത്ത് അരച്ചിട്ട് പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കാൻ. നിങ്ങൾ അവിടെ ഇരിക്കും. വാ കഴിക്കും.
അതിപ്പോ അങ്ങനെ കഴിക്കണ്ട, വായു ഭക്ഷിച്ചാ മതി. സക്സസ് ആശാനെ സക്സസ്. ഫസ്റ്റ് ബോൾ ഇടാനറിയാത്ത നമ്മളെ ഡോക്ടറെ ഭാര്യ ഇന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും വിട്ടിട്ട് എന്നോട് ചോദിക്കാ ഇനി ഞാൻ ഏതാ ഇടാനുള്ളതെന്ന്. ഞാൻ എന്താ പറയുക? നമ്മളെ ഓമന ചേച്ചിന്ന് എല്ലെടുത്തു, എല്ലല്ല എച്ചെടുത്തു. പക്ഷെ ഞാൻ കുറെ പാടുപെട്ടു. അയ്യോ, ആശാന്റെ മുഖത്ത് എന്താ ഒരു പാട്? കഷ്ടപ്പാട്. കണ്ടു നീരില്ലേ? ഇപ്പൊ നിന്റെ മുഖത്ത് എന്ത് പറ്റി? അടിപറ്റി. അതാ എനിക്ക് പറ്റിയത്. നീ പോയ ടയർ 4 വഴിച്ച് മുറി കൊണ്ടുവയ്ക്കണ. പോടാ. എന്തെങ്കിലും നാളെ ഏർപ്പാടാസനെ ഈ കാണിക്കുന്നത്? ആ CC കാരുടെ കാശം കൊടുത്തൂടെ? ഇത് വെറും തെണ്ടിത്തരായിപ്പോയി. വൈകിട്ട് ഇറക്കണം, രാവിലെ കയറ്റണം. രണ്ടും കൂടെ എന്നോട് പറ്റത്തില്ല. എടാ പാഷാണത്തിലെ കൃമി, അഴിച്ചു വെക്കടാ. ആശാന്റെ മുഖത്ത് തന്നെ ഷേവ് ചെയ്ത് പഠിക്കണോ? അയ്യോ കഷ്ടം. ഇങ്ങനെ ഒരു പാതാളക്കരണ്ടി ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടു വച്ചിരുന്നത്. എന്താ ചാച്ചനെ ഒന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തോട്ടെ? എന്താണ് ചേച്ചിക്ക് പതിവില്ലാത്തൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി? ഹലോ ചേട്ടന്മാരെ, വാ 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 വാ. എന്തിനാ നിങ്ങൾ ഇവിടെ പറഞ്ഞു വിട്ടത്? എന്താ കാര്യം പറ. ഞങ്ങൾക്ക് 300 രൂപ വേണം. 300 രൂപയോ? എന്തിനാ? നാളെ സ്കൂളിൽ നിന്ന് എല്ലാവരെയും പിക്നിക്കിന് കൊണ്ടുപോവാ. അതിന് ഞാൻ നിങ്ങളെ പിക്നിക്കിന് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതൊക്കെ മതി. എല്ലാരും പോകുമ്പോ അങ്ങനെ എല്ലാരും തുള്ളുന്ന പോലെ എന്റെ മക്കൾ തുള്ളണ്ട. മിണ്ടാതെ പോയി കിടന്നുറങ്ങും. ചെല്ലു പോ. ചാച്ചന് നമ്മളോട് ഒട്ടും സ്നേഹമില്ല. നാളെ സ്കൂളിൽ നിന്ന് എല്ലാവരും പോകുമ്പോ നമ്മള് മാത്രം. ചാച്ചന്റെ കയ്യില് പൈസ ഉണ്ടാവില്ല. നമ്മുടെ പപ്പയും അമ്മയും മരിക്കണ്ടായിരുന്നല്ലേ. വാ കിടക്കാം. ഇവിടെ ഇറങ്ങണം. ഗിരിനഗർ ഇവിടെ അടുത്ത സ്റ്റോപ്പാ. ഗിരിനഗറിൽ ഇറങ്ങണ്ട, ഇവിടെ ഇറങ്ങിയാൽ മതി. നിർത്താൻ. ആ സ്കൂൾ ബസിന്റെ പുറകെ വിട്ടെ. ഒന്ന് വേഗം വേഗം. ഇവിടെ നിർത്ത്. എത്രേ? 10 രൂപ. ചാച്ചൻ പറഞ്ഞത് ശരിയാ, ഇവിടെ ബോറാ. നമുക്ക് ബീച്ചിൽ പോയാലോ? എന്നിട്ട് വേണം ചാച്ചന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ. എന്താ സൂക്ഷിച്ചു നോക്കുന്നേ? ഞങ്ങളെ പാട്ട് എവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ പാട്ടോ? ആര് പറഞ്ഞു നിങ്ങളുടെ പാട്ടാന്ന്? എങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ പാട്ട്? ആദ്യം ഞങ്ങളല്ലേ ചോദിച്ചത്. ചേച്ചി പറ എവിടുന്ന് കിട്ടിയെന്ന്. ആദ്യം നിങ്ങൾ പറ. ചേച്ചി പറ. നിങ്ങൾ പറ. ഞങ്ങൾക്കിതേ ഞങ്ങളുടെ ചാച്ചൻ പഠിപ്പിച്ചെന്നതാ. ചാച്ചനോ? ആ ചാച്ചൻ. ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അങ്കിളാ. അങ്കിളുടെ പേരെന്താ? ബെന്നി. എന്താ? ഒന്നുമില്ല. ഇനി പറ, ചേച്ചിക്ക് ഈ പാട്ട് എവിടെന്നാ കിട്ടിയത്? ചേച്ചിക്ക് പാട്ട് കളഞ്ഞു കിട്ടിയതാ. അത് പഴയ നമ്പറാ. അപ്പൊ പുതിയ നമ്പർ ഏതാ? ചേച്ചിക്ക് ഞങ്ങളുടെ അമ്മ അറിയോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അമ്മ ഉണ്ടാക്കണ പോലെ ഈ പൂ ഉണ്ടാക്കിയത്?
അമ്മ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണോ? ആ, അത് അമ്മ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു പഠിപ്പിച്ചെന്നതാ. അതിന് ഞങ്ങളെ പപ്പ അമ്മ മരിച്ചുപോയല്ലോ. വാ നമുക്ക് പോവാം. ഇത്തേക്ക് മൊത്തം നമ്പറാ. വാ. നിന്നെ എന്നാ ചേച്ചി വേറൊരു നമ്പർ ഇറക്കട്ടെ. ആ കോയിനിങ് എടുത്തേ. ഐസ്ക്രീം വേണോ മസാല ദോശ വേണോ? ഐസ്ക്രീം. ആ നോക്കട്ടെ. ഐസ്ക്രീം. ടീച്ചർ വഴക്ക് പറയും. ടീച്ചറോട് ഞാൻ പറയാം. എന്താ ഒരു ചെറിയ നമ്പർ. ചാച്ച അറിഞ്ഞ അടി കിട്ടും. ചാച്ചൻ ഭയങ്കര ദേഷ്യക്കാരനാ. എങ്കിൽ പിന്നെ അതൊന്ന് കാണണല്ലോ. വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. ഞങ്ങളില്ല. വന്നേ. വെനില, ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി, ചോക്കോബാർ. എന്താ തിരിഞ്ഞു നിൽക്കുന്നേ? വേണമെങ്കിൽ ഞാൻ പോവാം. വേണം. വെരി ഗുഡ്, കം ഓൺ. ഇതാ ഞങ്ങളുടെ വീട്. അയ്യോ ആരാ? ടീച്ചർ. നമുക്ക് ആ വഴി പോയാലോ? ഓക്കെ. ഇതാ ഉണ്ണിയങ്ങളുടെ വഴി. രക്ഷപ്പെട്ടു. അപ്പോ ഇതാണ് നിങ്ങളുടെ കിളിവീട് അല്ലേ? അതെ. ഇനി ചേച്ചി പൊക്കോ. ഞാനെവിടെ പോവാനാ? എന്റെ പേഴ്സ് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ചാച്ചനെ കണ്ട് പൈസ മേടിച്ചിട്ടല്ലേ പോവാൻ പറ്റൂ. ചേച്ചിയെ കണ്ടാ പിന്നെ ചാച്ച ഞങ്ങളെ പൊരിക്കും. ഞാൻ ഐസ്ക്രീം മേടിച്ചു തന്നതല്ലേ കുട്ടാ, പ്ലീസ്. പാവം ചേച്ചിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ നിർത്തിയാലോ? അയ്യോ ചാച്ചൻ, ഇനിയിപ്പോ എവിടെ പോയാ തിരക്കുന്നേ? ഞാൻ പറഞ്ഞിരുന്നതല്ല അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ എങ്ങനെ മിസ്സായെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിള്ളേരെ അങ്ങോട്ട് അയക്കില്ലായിരുന്നു. ടീച്ചർമാരാണെന്ന് പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടന്നാ പോരാ. ഒരു മിനിറ്റ്. നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് എങ്ങോട്ടാ പോയത്? എങ്ങും പോയില്ല. പിന്നെ ഇതിനകത്ത് എങ്ങനെ കയറിയത് നിങ്ങള്? ചോദിച്ചു കേട്ടില്ലേ? മ്യൂസിയത്തിൽ നിന്നപ്പോ പെട്ടെന്ന് അനുവിനൊരു തലവേദന വന്നു അല്ലേ? അല്ല, വയറുവേദനയായിരുന്നു. തലവേദനയും വയറുവേദനയും ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ടെന്താ ടീച്ചർമാരുടെ അടുത്ത് പറയാഞ്ഞേ? അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ചാച്ച, അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ശരിയാണോ ഇവൻ പറഞ്ഞു? ശരിയാണോന്ന്? ശരിയാ ചാച്ച, സത്യമായിട്ടും ചെറിയ തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അനുവിനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ചാച്ചൻ പറഞ്ഞ പോലെ ഇരുന്ന് പഠിക്കാന്ന്. ഇതിനാണോ ചാച്ചൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞത്? കരച്ചിൽ നിർത്താൻ ഇനി മേലെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ? ഓ, ഇവിടെ എത്തിയോ മിസ്റ്റർ ബെന്നി? നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞതിന്റെ മറുപടി ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാ അപ്പ ടീസി എന്ന് പറഞ്ഞു വിടും. പറഞ്ഞേക്കാം. ബാ ടീച്ചറെ, നമുക്ക് പോവാം. എന്താ തൃപ്തിയായില്ലേ മിസ്സുമാരെ കൊണ്ട് ചാച്ചനെ വഴക്ക് കേൾപ്പിച്ചപ്പോ? ഇനി നിങ്ങളെന്നും ഒരു ഒറ്റ സ്ഥലത്തേക്ക് വിടത്തില്ല. കുറെ കളി കൂടുന്നുണ്ട് ഈടെയായിട്ട്. ഇതെങ്ങനെ ഇപ്പൊ ഓണായത്? തനിയെ ഓണായതോ? മാറേക്ക്. ചാച്ചാ, എന്താ? ഞങ്ങള് ഹോംവർക്ക് ചെയ്യണോ പഠിക്കണോ? നിങ്ങൾ പോയിരുന്നു പഠിക്ക്. ആ, എന്താ പതിവില്ലാതെ ചോദിച്ചിട്ടൊക്കെ. അയ്യോ. പൊളിക്കണ്ട, അതാ വരുന്നു. ചാച്ചാ
ആ കുഴപ്പമായി. എന്താ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു പെറുവിന്റെ പ്രസിഡന്റ് സർജോണ്ടർ വെർവില്ലിയാണെന്ന്. ആ. വിനു പറയുന്നു ബട്ടർസ്കോച്ച് ആണെന്ന്. ഓ. അനു പറയുന്നു ഡൊണാൾഡ് ഡക്ക് എന്ന്. ആ. ചാച്ചനറിയോ പെറുവിന്റെ പ്രസിഡന്റ് ആരാണെന്ന്? പെറുവിന്റെ അതെ, പെറുവിൽ പ്രസിഡന്റ് ഇല്ല, അവിടെ പട്ടാള ഭരണോ. അത് പാകിസ്ഥാനിലാ. പെറുവിലും പട്ടാള ഭരണം തന്നെ. ഇന്ന് മുതൽ തുടങ്ങി. എന്താ കുഴപ്പമുണ്ടോ? പൊരുന്ന് പഠിക്കണം. ചെല്ലു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചോളൂ. ചാച്ചനൊന്നും പറഞ്ഞൂടാ.